ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും നിപ്പ ഭീതിയിലാണ് കോഴിക്കോട്. രാമനാട്ടുകര സ്വദേശിയായ യുവാവ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. യുവാവ് ചികിത്സ തേടിയ 2 സ്വകാര്യ ആശുപത്രികളെ OPയിലെത്തിയ മുഴുവൻ പേരെയും ക്വാറന്റീനിലാക്കും. 5 ബന്ധുക്കളുടെ ശ്രമം പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. സമ്പർക്ക പട്ടിക വലുതാകാൻ സാധ്യതയില്ലെന്നും രോഗലക്ഷണം കണ്ട ശേഷം രോഗി അധികം യാത്ര ചെയ്തിട്ടില്ലെന്നും രോഗിയെ ചികിത്സിച്ച ഡോക്ടർ അനൂപ് ഇന്ന് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഡോക്ടറുടെ വാക്കുകൾ നമുക്ക് ആദ്യം കേൾക്കാം. ഇദ്ദേഹത്തിന് രോഗലക്ഷണങ്ങൾ ഉണ്ടായ ശേഷം ആദ്യം 30-ാം തീയതി രോഗലക്ഷണം വരുന്നു. 1-ാം തീയതി മാത്രമാണ് അദ്ദേഹം ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയിരിക്കുന്നത്. കുറച്ച് സമയം മാത്രം അവിടെ ചികിത്സ തേടിയ ശേഷം അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് എത്തുകയായിരുന്നു. പിന്നീട് അദ്ദേഹം അധിക ദിവസമൊന്നും പുറത്തേക്ക് പോയിട്ടില്ല. ആ സമയത്തൊക്കെ തന്നെ അദ്ദേഹത്തിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കോണ്ടാക്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സാധാരണ രോഗവ്യാപനം കൂടുതൽ വരുന്നത് എപ്പോഴും രോഗിക്ക് ശ്വാസകോശ സംബന്ധമായ ലക്ഷണങ്ങൾ കാണിക്കുകയും തുമ്മുക, ചുമയ്ക്കുക, അത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ കാണിക്കുകയും ചെയ്ത രോഗിയിലൂടെയാണ് നമ്മുടെ മുൻ അനുഭവങ്ങളിലൊക്കെ രോഗവ്യാപനം നടന്നിരിക്കുന്നത്. ഈ രോഗിക്ക് അത്തരം സിംറ്റംസ് ഒന്നും ഇല്ലാതിരുന്നതിനാൽ തന്നെ ആ രീതിയിലുള്ള ഒരു വ്യാപനം നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. സിനോജ് തോമസ് നൽകും വിശദാംശങ്ങൾ. സിനോജ്, രോഗി ഇപ്പോഴും ഗുരുതരമായ അവസ്ഥയിൽ തന്നെ തുടരുകയാണെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഡോക്ടർ പരിശോധിച്ച ഡോക്ടർ തന്നെ പറയുന്നത് പ്രകാരം ഒരു വ്യാപകമായ സമ്പർക്കം അതുണ്ടായിട്ടില്ല. അപ്പോൾ വലിയ തരത്തിലുള്ള ഒരു ഭീതി, ഇപ്പോൾ ഒരുപാട് ആളുകളിലേക്ക് ഇത് പടർന്നിട്ടുണ്ടാവുമോ എന്നുള്ളൊരു ഭീതി ഡോക്ടറുടെ വാക്കുകളിൽ ഇല്ലല്ലോ അല്ലെ? പക്ഷെ ഇപ്പോഴും ഈ 2 സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതാണ് രോഗി. അവിടെ OPയിലെത്തിയ മുഴുവൻ പേരെയും ക്വാറന്റീനിലാക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല 5 ബന്ധുക്കളുടെ സ്രവം പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ റിസൾട്ട് കാത്തിരിക്കുകയാണ് നമ്മൾ. രോഗിയുടെ ആരോഗ്യാവസ്ഥ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയും. റോഷനി, ഇന്നലെ രാത്രിയാണ് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ നിന്ന് 43 വയസ്സുള്ള രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയത്. നിലവിൽ വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണ് എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത്. ചികിത്സ തുടരുകയും ചെയ്യുന്നു. എല്ലാവിധ സൗകര്യങ്ങളും മെഡിക്കൽ കോളേജിൽ ഒരുക്കിയിട്ടുണ്ട്. ഇത് 2018 തുടങ്ങിയ ആദ്യ നിപ്പ ഔട്ട്ബ്രേക്ക് വരുന്നത് 2018 അന്നാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ കോഴിക്കോട് ജില്ലയിൽ ഉണ്ടാകുന്നത്. അതിനുശേഷം ഇത് 4ാം തവണയാണ് കോഴിക്കോട് ജില്ലയിൽ നിപ്പ സ്ഥിരീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ 4 തവണയും ഈ നിപ്പയെ പ്രതിരോധിച്ച ശീലമുള്ള പരിചയമുള്ള ആരോഗ്യ പ്രവർത്തകരാണ് ജില്ലയിലുള്ളത്. അതുതന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി ലാബിൽ നിന്ന് ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞ ഉടനെ തന്നെ അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് പൂനെയിലെ വൈറോളജി ലാബാണ്. ഇന്ന് വൈകിട്ടോടുകൂടി റിസൾട്ട് വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ തന്നെ തുടങ്ങിയിരുന്നു. ഇന്നലെ രാത്രി മന്ത്രി കെ മുരളീധരൻ പറഞ്ഞത് ഈ സമ്പർക്ക പട്ടിക വിപുലമാകാനുള്ള സാധ്യതയുണ്ടെന്നായിരുന്നു പറഞ്ഞത്. കാരണം 2 ആശുപത്രികളിൽ പോയിരുന്നു അദ്ദേഹം, OPയിൽ ഉൾപ്പെടെ കാണിച്ചിരുന്നു. അതുകൊണ്ട് വിപുലമാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് മന്ത്രി പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർ അനൂപ് തന്നെ പറയുന്നു സാധ്യത കുറവാണെന്ന് പറയുന്നത്. അതിന് കാരണമായി അദ്ദേഹം പറയുന്നത് ഈ രോഗിക്ക് തുമ്മലോ അല്ലെങ്കിൽ ചുമയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. തുമ്മലോ ചുമയൊക്കെ തന്നെ ഉണ്ടെങ്കിൽ, അതായത് ശ്വാസകോശ സംബന്ധമായ പ്രശ്നമുണ്ടെങ്കിൽ മാത്രമാണ് പുറത്തേക്ക് മറ്റൊരാളിലേക്ക് ഈ സ്രവം തെറിച്ച് അത് പടരാനുള്ള സാധ്യതയുള്ളൂ എന്ന് പറയുന്നു. ഇക്കഴിഞ്ഞ 30-ാം തീയതിയാണ് ഇദ്ദേഹത്തിന്റെ രോഗലക്ഷണങ്ങൾ കാണുന്നത്. 1-ാം തീയതി സമീപത്തെ ആശുപത്രിയിൽ പോയി വീട്ടിലേക്ക് മടങ്ങി പോകുന്നു. പിന്നീട് പനി ഭേദമാകാതെ വന്നതോടുകൂടിയാണ് 8-ാം തീയതി കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം മലപ്പുറം ജില്ലയിലെ വാഴയൂർ പഞ്ചായത്തിലെ പുതുക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഗോഡൌൺ ഉണ്ടായിരുന്നു. ആ ഗോഡൌണ് സോപ്പിന്റെ ഒക്കെ തന്നെ ലായനിയും വാഷിംഗ് പൗഡറൊക്കെ തന്നെ നിർമ്മിക്കുന്ന ഒരു ഗോഡൌണും അത് സൂക്ഷിക്കുന്ന സ്ഥലം കൂടിയാണ്. കുറച്ചു കാലമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പൂട്ടിക്കിടന്ന ഗോഡൌണ് വൃത്തിയാക്കാൻ വേണ്ടി ഇദ്ദേഹം പോയിരുന്നു. അതിനുശേഷമാണ് ഇദ്ദേഹത്തിന് ഇത്തരത്തിൽ പനിയുടെ ലക്ഷണങ്ങളൊക്കെ തന്നെ തുടങ്ങിയത്. അങ്ങനെയാണ് ഇദ്ദേഹം ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നത്. ഏതായാലും വാഴയൂർ പഞ്ചായത്ത് അധികൃതരൊക്കെ തന്നെ ആരോഗ്യവകുപ്പിന്റെ സഹകരണത്തോടുകൂടി അവിടെ പരിശോധന നടത്താനും വേണ്ടിയൊക്കെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒരു നിയന്ത്രണങ്ങളിലേക്ക് കോഴിക്കോട് ജില്ലയിൽ കാര്യങ്ങൾ പോയിട്ടില്ല. ഇദ്ദേഹത്തിന്റെ രോഗിയുടെ അടുത്ത ബന്ധുക്കളെ മാത്രം നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ചികിത്സയ്ക്കെത്തിയ ആശുപത്രിയിലെ ഡോക്ടേഴ്സ്, നേഴ്സുമാർ ഉൾപ്പെടെ ജീവനക്കാരെയൊക്കെ തന്നെ ക്വാറന്റൈനിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ആരോഗ്യവകുപ്പുള്ളത്. റൂട്ട് മാപ്പ് ഉൾപ്പെടെ പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. രാമനാട്ടുകര പഞ്ചായത്തിലെ ഫറൂഖ് കോളേജ് റോഡിലാണ് ഇദ്ദേഹത്തിന്റെ വീടെന്ന് പറയുന്നത്. 5ാം ഡിവിഷനിലാണ്. അവിടെ ഉൾപ്പെടെ കണ്ടെയ്ൻമെന്റ് സോണാക്കി പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ തിരുവനന്തപുരത്ത് നടക്കുന്ന അവലോകന യോഗത്തിന് ശേഷം മാത്രമേ തീരുമാനമുണ്ടാവുള്ളൂ. ആരോഗ്യമന്ത്രി ആയിരിക്കും അത് പ്രഖ്യാപിക്കുക. ഏതായാലും ആരോഗ്യവകുപ്പ് വേണ്ട മുൻകരുതലൊക്കെ തന്നെ സ്വീകരിക്കുന്നുണ്ട്. പൂനെയിൽ നിന്നുള്ള ഔദ്യോഗിക ഫലത്തിന് വേണ്ടി കാത്തിരിക്കുകയോടെ ചെയ്യുകയാണ് റോഷ്നി. ശരി, അപ്പോൾ റിസൾട്ടുകൾക്കാണ് നമ്മളിപ്പോൾ കാത്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട മറ്റ് ചില വിഷയങ്ങൾ കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഈ രോഗ ഉറവിടം സംബന്ധിച്ചുള്ള സംശയമുണ്ട്. അതേസമയം ഇനി ഈ സമ്പർക്ക പട്ടിക പുറത്തു വരുമ്പോൾ അതിൽ എവിടെയൊക്കെ നമ്മൾ സംശയിക്കണം എന്നുള്ളത്. ഈ മലപ്പുറം വാഴയൂർ പുതുക്കോട്ടെ ഗോഡൌൺ ആണ് രോഗ ഉറവിടം എന്നാണ് നിലവിലെ നിഗമനം.
ഗോഡൌൺ ശുചീകരിച്ചതിന്റെ പിന്നാലെയാണ് നിപ്പ ലക്ഷണങ്ങൾ ഈ രോഗിയിൽ കണ്ടു തുടങ്ങിയത്. 43കാരൻ ഒറ്റയ്ക്ക് ഗോഡൌൺ വൃത്തിയാക്കുകയായിരുന്നു. ഗോഡൌണിൽ വവ്വാൽ സാന്നിധ്യം ഉണ്ടോ എന്ന് മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ അന്വേഷിക്കും. രോഗിയുടെ റൂട്ട് മാപ്പ് ഇന്ന് പുറത്തുവിട്ടേക്കും. രോഗിയുടെ സമ്പർക്ക പട്ടിക വലുതാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറയുന്നു. OP-യിലെത്തിയവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ആരോഗ്യവകുപ്പ്. ഷഹദ് റഹ്മാൻ ചേരുന്നു. ഷഹദ്, ഈ റൂട്ട് മാപ്പ് പുറത്തു വരണം, അതിലറിയാൻ പറ്റും എത്ര പേർ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളത്. കാരണം ഇപ്പോൾ ഡോക്ടർ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് വലിയൊരു വ്യാപനം അതുണ്ടാവാനുള്ള സാധ്യത കുറവാണെന്നാണ്. പക്ഷേ മന്ത്രി പറഞ്ഞ വാക്കുകളും നമുക്കറിയാം. രോഗിയുടെ സമ്പർക്ക പട്ടിക വലുതാണെന്നാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ശാസ്ത്രീയമായി ഇതിന്റെ ഒരു കാര്യങ്ങൾ അറിയണമെങ്കിൽ റൂട്ട് മാപ്പ് പുറത്തു വരണം. മറ്റൊന്നാണ് ഇതിന്റെ ഉറവിടം എന്താണ് എന്നുള്ളത്. അപ്പോൾ ആ ഗോഡൌണിൽ നിന്ന് തന്നെയാണ് ഈ രോഗം രോഗിയിലേക്ക് വരുന്നത് എന്നുള്ളതാണോ നിലവിൽ മനസ്സിലാക്കുന്നത്? ഇത്രയും വലിയൊരു ഗോഡൌൺ ആ രോഗി ഒറ്റയ്ക്ക് വൃത്തിയാക്കി എന്നാണോ മനസ്സിലാക്കുന്നത്? റോഷ്നി, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് മുൻ വർഷങ്ങളിൽ കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ച സമയത്തോ അല്ലെങ്കിൽ കേരളത്തിൽ നിപ്പ സ്ഥിരീകരിച്ച സമയത്തോ ഈ വിഷയത്തിൽ എവിടെ നിന്നാണ് ഈ രോഗം പടർന്നത് എന്നത് സംബന്ധിച്ച് അല്ലെങ്കിൽ എങ്ങനെയാണ് രോഗം വന്നത് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത ഇതുവരെ കൈവന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ കേസിൽ കൃത്യമായിട്ട് ഈ രോഗി തന്നെ പറയുന്നുണ്ട്. അതായത് ഈ ഗോഡൌൺ വൃത്തിയാക്കുകയും ആ ഗോഡൌണിനുള്ളിൽ വവ്വാലുണ്ട് എന്ന കാര്യം ഈ രോഗി തന്നെ ആരോഗ്യ പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ഗോഡൌണിലുള്ള വവ്വാലിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു രോഗം വന്നിട്ടുള്ളത് എന്ന കാര്യമാണ്. സാധാരണഗതിയിൽ ഈ മഴക്കാലത്ത് ഈ രോഗം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഗോഡൌൺ ആണ്, നാളുകളായിട്ട് അടച്ചിട്ട സ്ഥലമാണ്. ആ അടച്ചിട്ട സ്ഥലത്ത് ഇദ്ദേഹം കയറി ചെല്ലുകയും അവിടെ നിന്ന് വവ്വാലുകൾ കൂട്ടത്തോടെ ബഹളം വെച്ച് പല ഭാഗത്തേക്കായി പറന്നു പോവുകയും അങ്ങനെ ആണ് ഇദ്ദേഹത്തിന് അസുഖം വന്നത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ആരോഗ്യവകുപ്പ് കണ്ടെത്തുന്നത്. അപ്പോൾ മുൻകാലങ്ങളിലെ കേസുകളിൽ നിന്ന് വ്യത്യസ്തമായി കുറെ കൂടി സുഗമമാണ് കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ ആരോഗ്യ പ്രവർത്തകർക്ക്. ഇനി കോഴിക്കോടിന്റെ ഒരു ചരിത്രം പറയുമ്പോൾ, കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം നിപ്പ പോലെയുള്ള ഒരു അസുഖത്തെ അതിനെ പിടിച്ചു കെട്ടാൻ അതിനെ എക്സ്പീരിയൻസ് ചെയ്ത ഡോക്ടർമാർ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരാകട്ടെ, സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരാകട്ടെ, അവർക്കൊക്കെ മുൻപരിചയമുണ്ട്. ആ മുൻപരിചയം ഒരുപക്ഷെ വലിയ രീതിയിൽ ഗുണം ചെയ്യും എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി ഈ വിഷയത്തിലുണ്ട്. ഇനി റൂട്ട് മാപ്പിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് റൂട്ട് മാപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഒരു അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. മറ്റൊന്ന്, കണ്ടെയ്ൻമെന്റ് സോൺ തിരിച്ചിട്ടുള്ള നടപടികളിലേക്കും ആരോഗ്യവകുപ്പ് കടന്നിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് ആരോഗ്യവകുപ്പ് പറയുന്നത് ഇതിനൊരു പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ അനുസരിച്ച് മാത്രമേ ഇത്തരം നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പരിശോധനയിലാണ് നിപ്പയാണെന്നുള്ള സ്ഥിരീകരണം വന്നിട്ടുള്ളത്. പക്ഷേ അത് പോരാ. പ്രോട്ടോകോൾ അനുസരിച്ച് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള പരിശോധന ഫലം പുറത്തു വരണം. ആ പരിശോധന ഫലം പുറത്തു വന്നാൽ മാത്രമേ സംസ്ഥാന സർക്കാരിന് ഔദ്യോഗികമായിട്ട് നിപ്പ സ്ഥിരീകരിച്ചു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ പരിശോധന ഫലത്തിനായിട്ടാണ് കാത്തു നിൽക്കുന്നത്. ആ പരിശോധന ഫലം പുറത്തു വന്നാൽ ഉടൻ തന്നെ റൂട്ട് മാപ്പ് പുറത്തിറക്കും. അതിന്റെ എല്ലാ പ്രാഥമികമായിട്ടുള്ള നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് കോഴിക്കോട് കളക്ടറേറ്റിൽ ജില്ലാ കളക്ടറുടെയും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, പ്രിൻസിപ്പൽ, അതുപോലെ തന്നെ DMO, NHM ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇന്ന് യോഗം ചേരുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, ഈ രോഗി അവശനാകുന്നതിന് മുൻപ് തന്നെ ഈ രോഗിയിൽ നിന്ന് സ്വകാര്യ ആശുപത്രിയിലുള്ള ഡോക്ടർമാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ വിശദാംശങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇദ്ദേഹത്തിന്റെ റൂട്ട് മാപ്പ് അത്ര വലിയ വിശാലമായിട്ടുള്ള ഒരു റൂട്ട് മാപ്പ് ആയിരിക്കില്ല എന്നുള്ളതാണ്. കാരണം അസുഖം സ്ഥിരീകരിച്ചു അല്ലെങ്കിൽ പനി വന്ന ഉടൻ തന്നെ ഇദ്ദേഹത്തിന് പനി ഒരു ദിവസമോ 2 ദിവസമേ നീണ്ടു നിന്നിട്ടുള്ളൂ. പിന്നീട് വലിയ രീതിയിൽ ശരീരമാസകലും വേദനയും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യവുമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇദ്ദേഹം അധിക ദൂരം പോയിട്ടില്ല. എന്നാൽ 2 ആശുപത്രികളിൽ പോയിട്ടുണ്ട്. അത് ഒന്ന് ഫറൂഖിലെ ആശുപത്രിയിലും ഒന്ന് കോഴിക്കോട് മാങ്കാവിലുള്ള മിംസ് ആശുപത്രിയിലുമാണ് പോയിട്ടുള്ളത്. ആ 2 ഇടങ്ങളിലുള്ള ആളുകളെയാണ് പ്രധാനമായിട്ടും ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കേണ്ടത്. അതെന്തായാലും ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ ക്വാറന്റൈനിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഇവരുടെ ബന്ധുക്കൾ അടക്കമുള്ള 5-ലധികം ആളുകളെയും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ഇപ്പോൾ വരുന്നുണ്ട്. കാരണം ആ യോഗത്തിലെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. നമുക്ക് അതിലേക്ക് കൂടി പോകാം. അതായത് നിപ്പ സ്ഥിരീകരിച്ചതോടെ അതീവ ജാഗ്രതയിൽ തന്നെ കോഴിക്കോട് തുടരുകയാണ്. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുന്നു. RRT സംഘം യോഗം ചേർന്നു. രാമനാട്ടുകര 5ാം ഡിവിഷനിലെ 50 വീടുകളെ ഉൾപ്പെടുത്തി ഓരോ ക്ലസ്റ്ററുകൾ രൂപീകരിച്ചായിരിക്കും പ്രതിരോധ പ്രവർത്തനങ്ങൾ. ഓരോ ക്ലസ്റ്ററുകളുടെയും ചുമതല പ്രത്യേക വിഭാഗത്തിനായിരിക്കും. RRT സംഘം ഓരോ വീടുകളിലും എത്തി പരിശോധന നടത്തി രോഗലക്ഷണമുള്ളവരുടെ റിപ്പോർട്ട് തയ്യാറാക്കും.